ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സനമാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പോവുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് റിലേറ്റീവിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഒരു സ്നാക്ക് ഐറ്റമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാസ്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അഴിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഞാൻ പോവുകയാണ്. കാരണം ഞാൻ ഈ പോകുന്ന വീട്ടിൽ എൻ്റെ ഫ്രണ്ട് നല്ല രീതിയിൽ അത് കുക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് അറിയാം, പക്ഷെ അത്രത്തോളം ഞാൻ മാക്സിമം പെർഫെക്റ്റ് അല്ല. അപ്പം അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പോസിബിൾ ആണെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തതാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ രീതിയിലുള്ള ആ ഒരു സ്നാക്ക് ഡിഷ് അവൽ കൊണ്ടുണ്ടാക്കുന്ന സംഭവം കേട്ടോ, അതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം കണ്ടല്ലോ, ഇതെടുത്തിരിക്കുന്ന സംഭവം മുറത്തിലാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു നാടൻ ഡിഷാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് അവൽ പൊരി എന്നാ പറയുന്നത്. പല നാടുകളിൽ ചിലപ്പോൾ അവൽ വിളയിച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഐറ്റത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അവലെന്ന് പറയുന്നത് ഈ കപ്പിൻ്റെ അളവിൽ 6 കപ്പ് അവലുണ്ട് കേട്ടോ. അത് ഏകദേശം 1.25 കിലോ അവല്. അതിലേക്ക് എടുത്തിരിക്കുന്നത് 2 ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ മോദിജിയുടെ പയർ 1 കിലോ പയർ, കുറച്ച് കപ്പലണ്ടി, 1 കിലോ ശർക്കര. 1 കിലോ അവലിന് 780 ഗ്രാം ശർക്കരയാണ് കറക്റ്റ് വേണ്ടത്. ഇത് 1.25 കിലോ അവലായതുകൊണ്ടാണ് ഏകദേശം നമ്മൾ 1 കിലോ ശർക്കര എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രോസസ്സിങ് ഇനി നമുക്ക് കാണാം. അതിലേക്ക് ഏലക്കായും കൂടി ആവശ്യമാണ്. ഓക്കെ, ഇതിൽ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പയറിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിക്കണം. നമ്മുടെ കപ്പലണ്ടിയുടെ തൊലിയെല്ലാം ഇതുപോലെ ഇങ്ങനെ കളഞ്ഞ് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഈ ശർക്കര അറിയാമല്ലോ, അതിനെ ഒന്ന് പാണിയാക്കണം. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് നമുക്ക് പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഒരുപാട് ഫൈബറും കണ്ടന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണല്ലോ അവലെന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഐറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. എന്തായാലും നമ്മൾ പഴമയിലേക്ക് തന്നെ ഒന്ന് പോകാമെന്ന് കരുതി നമ്മൾ ഇന്ന് ഈ സ്നാക്ക് ഐറ്റം നമ്മുടെ നാടിൻ്റെ എല്ലാവർക്കും പ്രിയപ്പെട്ട അവൽപ്പൊരി ഇന്ന് നമ്മൾ നമ്മുടെ പഴയ വിറകടുപ്പിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് നല്ലൊരു പാൻ വെച്ചിട്ടുണ്ട്. അടിക്കട്ടിയുള്ള നല്ലൊരു പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ അവൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സിങ് ഇതാണ് കേട്ടോ. അവലിനെ ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. കളറൊന്നും ഫെയ്ഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അവൽ ഇതിനൊരു പ്രത്യേക അതിൻ്റെ ഒരു കൂട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷേ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ഈ കൂട്ടുകൾ, ശർക്കരപ്പാണി, അവൽ ചൂടാക്കുന്നത് എല്ലാം അതിന് ഒരു കറക്റ്റ് ഒരു അളവുണ്ട് ആ കുക്കിംഗ് ടൈമിന്. അപ്പോൾ അത് എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആ ടേസ്റ്റോട് കൂടി നമുക്ക് ഈ സംഭവത്തിന് കിട്ടുകയുള്ളൂ. കത്തി വയ്ക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ അവൽ ഏകദേശം ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചെറിയ ഒരു ചൂട് ഫീൽ ചെയ്യണം. ആ ഒരു ചൂട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവലിന്റെ പ്രോസസ്സിങ് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ എടുത്തു വെച്ച ശർക്കരയും കൂടി ഒന്ന് റെഡിയാക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഉടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാനിലേക്ക് അടുത്തത് നമ്മുടെ പയറിനെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അതിനെ ഒന്ന് ഏകദേശം ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നല്ലതുപോലെ
ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പയർ. വിറകടുപ്പിൽ വെച്ച് കുറേ നാളുകൾക്ക് ശേഷം ആണ് കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 വർഷമാവും സത്യം പറഞ്ഞാൽ ഞാൻ വിറകടുപ്പിൽ കുക്ക് ചെയ്തിട്ട്. ഹസ്ബൻഡിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് ലാസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഏകദേശം 10-15 വർഷമാവും. അതുകൊണ്ട് ഓർമ്മകളൊക്കെ എങ്ങോട്ടൊക്കെയോ ഒക്കെ പോകുന്നു. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓർമ്മകളാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറേ കാലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ചില സംഭവങ്ങളല്ലേ. അതിൽ സന്തോഷത്തിൻ്റെ ഇത് ഓർമ്മകൾ കാണും, കണ്ണുനീരിൻ്റെ നനവ് കാണും, എല്ലാം കാണും. അപ്പോൾ നമുക്കിതിനെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കപ്പലണ്ടിയെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് കളർ ഫെയ്ഡായാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ തോടുണ്ടല്ലോ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ശർക്കര പാണിയാക്കി വെച്ച ശർക്കരപ്പാണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടടിക്കും കേട്ടാ, കൈ സൂക്ഷിക്കുക. ഓക്കെ, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഈ പാണിയാക്കിയ ശർക്കര. ആ ടൈമിൽ അപ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ച ആ 2 ഫുൾ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. സൂപ്പർ സംഭവമാണ് കേട്ടാ. നമ്മുടെ വീട്ടിലെ എല്ലാ പേർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. പ്രത്യേകിച്ച് എനിക്ക് പഴത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രോസസ്സിങ് ടൈമിലൊക്കെയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ തേങ്ങ കൂട്ടും ശർക്കരയും കൂടി ഇനി കിടന്ന് ഒന്ന് കുക്കാവണം. അവർ തമ്മിൽ നല്ല കൂട്ടുകാരാവുമ്പോഴത്തേക്ക് ഒരു തിക്ക് ഫ്രണ്ട്സ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഇവർ രണ്ടുപേരും ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിംഗിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ശർക്കരയും തേങ്ങയും ഏകദേശം കൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് എടുത്തു വെച്ച ഏലക്ക നല്ലപോലെ പൊടിച്ച് ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്രണ്ട്സ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടി തിക്കാവണം. കുറച്ചുകൂടി കുഞ്ഞുങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച സംഭവങ്ങളെല്ലാം കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഈസി ടേസ്റ്റി ഡെലീഷ്യസ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അവൽപ്പൊരി റെഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടോ പയറിനെ ഇതുപോലെ വറുത്ത് പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കപ്പലിൻ്റെ തോട് കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വറുത്ത അവലും. ഇനി നമുക്ക് ആ തിക്ക് ഫ്രണ്ട്സിൻ്റെ കൂട്ടിലേക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സൂപ്പർ. ഓക്കെ, നമ്മുടെ തേങ്ങാ ശർക്കര കൂട്ട് തിക്കായിട്ടുണ്ട് കേട്ടോ, തിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. നമ്മളത് അറിയാനായിട്ടൊരു ടിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടൊരു ടിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കാണുക. കണ്ടോ, ഈ അതിൽ നിന്ന് കുറച്ച് ശർക്കര വെള്ളത്തിലേക്ക് ഇടുക. ആ ഇടുന്ന ശർക്കര തിക്കായിട്ട് തന്നെ കിടക്കുക, അലിയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഈ പാണി കറക്റ്റ് ആണെന്ന്. കണ്ടോ, കുഞ്ഞൂസ് അനങ്ങുന്നില്ല, കണ്ട കുഞ്ഞൂസിന് അനക്കമില്ല, കറക്റ്റ് ആയിട്ട്. ഇനി നമ്മൾ ലേറ്റ് ആവരുത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് ആദ്യം പയർ കൊടുക്കുക. പിന്നെ നമ്മുടെ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പിൽ നിന്ന് മാറ്റണം കേട്ടോ. മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് ഈ കൂട്ടിനെ മിക്സ് ചെയ്യാൻ.
ആവശ്യം അനുസരിച്ച് നമുക്ക് ആ ഒരു അവലും ഇതും കൂടെ തമ്മിൽ ചേരുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ അവലിട്ടാൽ മതി, വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ അവൽപ്പൊരി റെഡിയായിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം സംഭവിച്ചു. നമ്മൾ എടുത്തു വെച്ച 1.25 കിലോ അവലായിരുന്നല്ലോ, അത് മൊത്തം ഇട്ടില്ല കേട്ടോ. 1 കിലോ അവലേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് തേങ്ങയും കപ്പലണ്ടിയും പയറും എല്ലാം ഇത്തിരി ടേസ്റ്റ്ഫുൾ ആയിട്ടേ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ക്വാണ്ടിറ്റി കൂട്ടിയാ ചേർത്ത്. അതെല്ലാം കൂടി ആ ശർക്കര ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ ബാക്കി അവരും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഇതിൽ സത്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ശരിക്കും കറുത്ത ശർക്കര ഉപയോഗിച്ചാൽ കാണാൻ ഇത്തിരി ലുക്കായിരിക്കും. പക്ഷേ ടേസ്റ്റൊക്കെ സെയിം തന്നെ. കറുത്ത ശർക്കര മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഈ കപ്പലുണ്ട്, ഈ പയറൊക്കെ കിടക്കുന്നത് വൈറ്റും യെല്ലോ കളറിൽ കിടക്കുമ്പോഴത്തേക്ക് കാണാനൊരു ലുക്കായിരിക്കും. പക്ഷേ സംഭവം കിടുക്കാച്ചിയാ കണ്ടോ. നമ്മൾ കൈവച്ചിങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ സോഫ്റ്റായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി കൂടിയത് ആ ശർക്കരയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ജ്യൂസി ആയിട്ട് ഇത്തിരി കൂടെ സ്മൂത്ത് ആവും. ഇത് ഞാൻ വീട്ടിൽ പോയി നിങ്ങൾക്ക് ചായയുടെ കൂടി വിത്ത് പഴം ആയിട്ട് കഴിക്കുന്ന ഒരു പാർട്ട് കൂടി കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ പയറൊക്കെ ഒന്ന് കടിച്ച് കപ്പലണ്ടി ഏലക്കയുടെ മണം, ശർക്കര, തേങ്ങ എല്ലാം കൂടെ കൊണ്ട് സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ അവൽപ്പൊരിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു അതിലൊരു ടെക്സ്ചറിലൊരു വ്യത്യാസം തോന്നിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തി കേട്ടോ. അതായത് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ആ കൊണ്ടുവന്ന ആ അവലിൻ്റെ കൂട്ടിന് അതിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ കറക്റ്റ് അവൽപ്പൊരിയുടെ ടെക്സ്ചറായി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള ആ ചേഞ്ച് കണ്ടോ? ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ ആ ചെയ്തതിൽ പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ നിന്നത് മാറ്റുന്ന ടൈം ഒന്ന് ലാഗായിപ്പോയി. അതാണ് ആ ഒരു പ്രോബ്ലം വരാൻ കാരണം. ഇപ്പോൾ സംഭവം ഓക്കെ. അപ്പോൾ പഴവും അവലും അതൊരു കോമ്പിനേഷൻ അല്ലേ, പഴവും അവലും. പഴം കുറച്ചിങ്ങനെ എടുക്കുക, അവലും ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇത് രണ്ടും കൂടി ഒരുമിച്ചങ്ങ് കഴിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ സ്ട്രോങ് ഒരു ടീയും. ഓക്കെ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സംഭവം എന്തായാലും വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളിലൊന്നായത്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കപ്പലിൻ്റെയും ഇടയ്ക്കിടയ്ക്ക് ആ പയറും ഒക്കെ ചവച്ച് അവരും ഒക്കെ കൂട്ടി 4 മണിക്ക് അങ്ങ് കഴിക്കുക. കുറച്ച് ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്താ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായി നല്ല നല്ല കണ്ടന്റുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.